ഹായ്, വെൽക്കം ടു ഫാബിയോ മുക്കോ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് മസ്ലിന്റെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ്. പ്രീമിയം പാർട്ടി വെയറിൽ വരുന്നതാണ്. ബഡ്ജറ്റ് റേറ്റ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാട്ടോ. നല്ല ബ്ലൂ ആണ്, നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്. അതിൽ മൾട്ടി കളേർഡ് പ്രിന്റും അതുപോലെ അതിന്റെ മുകളിൽ കംപ്ലീറ്റ് സ്റ്റോണും ഗോൾഡൻ ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഈ ബോഡി ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ഈ ഒരു ഗോൾഡൻ ത്രെഡും സ്റ്റോണും വെച്ചിട്ട് പ്രിന്റിന്റെ മുകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു 4XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. ഇതിന്റെ സ്ലീവ് പോർഷൻ വരുന്നത് ഈ ഒരു ഭാഗമാണ് സ്ലീവ് വരുന്നത് കേട്ടോ. ഈ ഒരു പ്രിന്റഡ് പോർഷൻ ബാക്ക് സൈഡ് ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ ലെങ്ത് ഏകദേശം ഒരു 49-50 വരെയൊക്കെ കിട്ടും കണ്ടോ. ഫുൾ ലെങ്ത് കിട്ടും. അപ്പൊ നമുക്ക് നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ കളറ് നല്ല ഭംഗിയുള്ള കളറുമാണ്. ഈ വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലൂ കളറിൽ വരുന്ന ബോട്ടം. അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ബോട്ടത്തിന് വരുന്നത്. അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് മസ്ലിൻ ആണ്. ഈ ഒരു ടോപ്പിൽ വന്ന ആ ഒരു സ്ക്വയർ പ്രിന്റ് ആണ് ദുപ്പട്ടയില്. ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അതുപോലെ ഈ ദുപ്പട്ടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒഴുകി പോകില്ല. അത് അവിടെ കിടക്കും. നമ്മൾ കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അപ്പൊ ഇതിന്റെ പിന്നെ റേറ്റ് വരുന്നത് 1490, 1490 കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ നമ്മള് കറക്റ്റ് സൈസിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാല്. കാരണം അത്രയും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നത്. അടുത്തത് ഇപ്പൊ ബ്ലൂ കാണിച്ചില്ലേ, അതിന്റെ കളർ ചേഞ്ച് ആണ്. ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ഒന്നല്ല കേട്ടോ, സാധാ നോർമൽ ബ്ലാക്ക് ആണ്. ഇതിലും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ കണ്ടോ, കംപ്ലീറ്റ് ഗോൾഡൻ സ്റ്റോണും അതുപോലെ ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഹെമ്മിലും കണ്ടോ താഴ്ഭാഗത്തും ആ ഒരു സെയിം പാറ്റേൺ തന്നെ പ്രിന്റിന്റെ മുകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവ് പോർഷൻ വരുന്നത് ഈ ഒരു പ്രിന്റഡ് പോർഷൻ ആണ് സ്ലീവിനായിട്ട് വരിക. ഏകദേശം 4XL വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഫുൾ സ്ലീവ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡ് കണ്ടോ, ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെയാണ്. ബാക്കിൽ ഒരു സ്ക്വയർ ടൈപ്പ് പ്രിന്റ് ആണ് കേട്ടോ വന്നത്. നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല്. അപ്പോ ബ്ലാക്ക് ആണ് കളർ വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ബ്ലാക്കിൽ വരുന്ന ബോട്ടം. ബോട്ടത്തിന്റെ ക്ലോത്ത് ഒക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ബോട്ടൊക്കെ പലാസോ ബോട്ടൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് മസ്ലിനിൽ വരുന്ന ദുപ്പട്ട. ഇതും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. അപ്പോ ഇതിന്റെ ഫുൾ ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. ഇതിന്റെ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പ്രിന്റ് ആണ് ദുപ്പട്ടയിലും കൊടുത്തത്. ടോപ്പ് കണ്ടില്ലേ, നല്ല ഭംഗി ഉണ്ടാവും. സ്റ്റിച്ച് ചെയ്താലേ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ക്രൈപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1490. അടുത്തത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാട്ടോ. വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളറാണ്. നല്ലൊരു പീച്ച് ഷെയ്ഡ്, നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡ് കണ്ടോ. ഫ്രണ്ട് പോർഷൻ ആണ് ഈ കാണുന്നത്. ഈ ഒരു നെക്കിന്റെ ഭാഗത്ത് കംപ്ലീറ്റ് സ്റ്റോണും ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ താഴ്ഭാഗത്തും അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോഡി കംപ്ലീറ്റ് ഫ്രണ്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നല്ലോണം വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ സ്ലീവിന്റെ പോർഷൻ ആണ് ഈ ഒരു പ്രിന്റഡ് പോർഷൻ. ഇതാണ് സ്ലീവിന് വരിക. സ്ലീവിന്റെ ബോർഡർ ആണ് ഈ കാണുന്നത്. ഇത് ഒരു 3XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ സെയിം പ്രിന്റ് തന്നെയാണ്. ചെറിയ പ്രിന്റ് ആണ് കേട്ടോ ബാക്കിൽ വന്നത്. ബാക്കിൽ പിന്നെ താഴോട്ടാണ് കുറച്ച് വലിയ പ്രിന്റ് വന്നത്. ബാക്കി ചെറിയ പ്രിന്റ് ആണ് കൊടുത്തത്. ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ആണ്. അത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒഴുകി കിടക്കണം. അപ്പൊ തടിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി ഒന്ന് ഒതുങ്ങി നിൽക്കും. നമ്മള് ഈ ഒരു ചില കസ്റ്റമേഴ്സ് തടി ഉള്ളതുകൊണ്ട് ജോർജറ്റ് മതി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഒഴുകി കിടക്കുന്ന ടൈപ്പിലുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം 49 വരെ കിട്ടും കേട്ടോ. നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം. അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് മസ്ലിനിൽ വരുന്ന ദുപ്പട്ട.
പ്രിന്റഡ് ദുപ്പട്ട, ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ടയില് കണ്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ കൊടുത്തത്. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും, തലേന്ന് ഒഴുകി പോണ ടൈപ്പുള്ള ക്ലോത്ത് അല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ആണ്. വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1590. അടുത്തത് ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ്. ഇപ്പൊ കാണിച്ചത് പീച്ച് കളറാണ്, അതിന്റെ ഒരു മസ്റ്റർഡ് യെല്ലോ കളർ, നല്ല ഭംഗിയുള്ള കളറാണ്. അതുപോലെ ഇതില് കണ്ടോ നെക്ക് പോർഷനിലും അതുപോലെ താഴ്ഭാഗത്തൊക്കെ കംപ്ലീറ്റ് നല്ല ഹെവി ആയിട്ട് സ്റ്റോണും ഗോൾഡൻ ത്രെഡും വെച്ചിട്ട് പ്രിന്റിന്റെ മുകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തും ഉണ്ട് ആ ഒരു സെയിം. പിന്നെ ബോഡിയിൽ കണ്ടോ, ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു ബാന്തിനി പ്രിന്റിന്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സ്ലീവിന്റെ പോർഷൻ വരുന്നത് ഇതാ ഈ ഒരു ഭാഗമാണ് സ്ലീവിന് വരുന്നത്. സ്ലീവിന്റെ ബോർഡർ ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് എടുക്കാം. ഒരു 3XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇതാ അങ്ങനെ വരും. അതില് ബോട്ടം വരുന്നത് സെയിം ആ ഒരു മസ്റ്റർഡ് യെല്ലോ കളറിൽ വരുന്ന ബോട്ടം. ഇത് നമുക്ക് പലാസോ ബോട്ടം, നോർമൽ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ക്ലോത്ത് വരുന്നുണ്ട്. ദുപ്പട്ട സോഫ്റ്റ് മസ്ലിനിൽ വരുന്ന ദുപ്പട്ട, ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടയിൽ കംപ്ലീറ്റ് കൊടുത്തത്. നമുക്ക് തലയിലിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും കണ്ടോ. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ദുപ്പട്ടയില് സ്റ്റോണോ മിറേഴ്സോ അങ്ങനത്തെ വർക്കോ കാര്യങ്ങളോ ഇല്ല, പ്രിന്റഡ് ദുപ്പട്ടയാണ്. ടോപ്പിലാണ് മെയിൻ വർക്ക് വന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1590. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്, നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. നെക്ക് പോർഷനൊക്കെ കണ്ടോ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ താഴ്ഭാഗത്തും ബോഡി കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവിന്റെ പോർഷൻ കണ്ടോ, ഈ ഒരു ബോർഡർ സ്ലീവിന് വരിക. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ചെറിയ പ്രിന്റ് ആണ് ബാക്കിൽ വന്നത്. ബാക്കിൽ താഴ്ഭാഗത്താണ് ഫ്രണ്ടിൽ വന്ന ആ വലിയ പ്രിന്റ് വന്നത്. അപ്പോ സോഫ്റ്റ് മസ്ലിൻ ആണ് കേട്ടോ ക്ലോത്ത് വരുന്നത്. 3XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. അതുപോലെ ലെങ്ത് ഒരു 49 വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ആ ഒരു ഗ്രീൻ ഷെയ്ഡില് പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട സോഫ്റ്റ് മസ്ലിനിൽ വരുന്ന ദുപ്പട്ട. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടയിൽ കൊടുത്തത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1590. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഉണ്ടോ നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ദുപ്പട്ട സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭംഗിയുണ്ട്. നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. DTDC പോസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിൽ, അതുപോലെ റെഡിമെയ്ഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. താങ്ക് യു.